ബസിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന വെച്ചോ നോക്കിയിട്ട് കാര്യമില്ല, അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അത് ഇത് വീണ്ടും വീണ്ടും കാണിച്ചിട്ട് വീണ്ടും ഇത് പറയാൻ നാണക്കേടുണ്ട്. പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ തൊലിക്കെട്ടി സമ്മതിക്കണം. ഇത് നമ്മൾ വ്യക്തമായി കണ്ട കാര്യമാണ്. ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നത് ഈ കാര്യങ്ങൾ. ഇതിനെ മുഖ്യമന്ത്രി മാത്രം കണ്ടല്ല, ജീവരക്ഷാ പ്രവർത്തനം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ വേറൊരു വശത്തിലെ ഒരു വീഡിയോ ഞാൻ അയച്ചുതരാം. അതും കൂടി കണ്ടിട്ട് ഞാൻ വിശദാംശത്തിലേക്ക് കടക്കാം. ഇവിടെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഒരു ഡിവൈഎഫ്ഐക്കാരനെ അവരെ അടിക്കാനുണ്ടായില്ല, ഒരു പോലീസ് പോലും അവരെ നിയന്ത്രിക്കാനുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, കാരണം യുവമോർച്ച പ്രവർത്തകനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നത് BJP ആണ്. അവർക്ക് അധികാരമുണ്ട്. അവിടെ അത് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് അറിയാം. ഇപ്പോൾ ഇവർക്ക് അടിക്കാൻ പറ്റുന്ന ഈ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ച് വരുന്ന ആൾക്കാരെ മാത്രമേ കാണൂ. നവകേരള സദസ്സിനിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള പരാതിയാണ് ഇന്നലെ ഉയർന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നവകേരള സദസ്സിന് മുന്നോടിയായി കരുതൽ തടങ്കലിലാക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. കരുതൽ തടങ്കലിലാക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ SFIക്കാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അടിക്കുക. ഇത് വേറെ എവിടെയെങ്കിലും നടക്കുമോ? രക്ഷാപ്രവർത്തനം തുടരാനായിട്ടുള്ള ലൈസൻസ് നൽകിയ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് പേടിക്കാൻ? ഇപ്പോൾ എൻ്റെ ചോദ്യം ഒന്നാണ്, ഇവിടെ ആർക്കാണ് നിലപാടില്ലാത്തത്? സ്വന്തം പാർട്ടിക്കാർ ഇതുപോലുള്ള അക്രമ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇതിനെതിരെ നിലപാടെടുക്കേണ്ടത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനെ നമുക്ക് വിമർശിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ ആളുകൾ ഇത്രയും അക്രമ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ ചോദിക്കുന്നതിനെ, അതിനെ വിമർശിക്കുന്നതിനെ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞാൽ മതിയാവും. ആ അമ്മയുടെ സൗണ്ട് ഒരു സാധാരണക്കാരുടെ സൗണ്ടാണ്. ഒന്നും ചെയ്യില്ല, നിങ്ങളൊന്നും ചെയ്യില്ല, അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. പക്ഷേ അത് മുഖ്യമന്ത്രിനെ വളരെ ഇതിനകം പ്രകോപിതനായി. അദ്ദേഹം അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായി ദേഷ്യത്തിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹത്തിനെതിരെ ആര് വിമർശിച്ചാലും അദ്ദേഹത്തിന് രൂക്ഷമാണ്. ഒരു കാര്യം മുഖ്യമന്ത്രി താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ പൊതുജനത്തിൻ്റെ മുകളിലല്ല, നിങ്ങൾ താഴെയാണ്. പൊതുജനമാണ് ജനാധിപത്യത്തിൽ ആദ്യം വരുന്നത്. അവരുടെ വേലക്കാരാണ് നിങ്ങൾ. ഒരു ജയസൂര്യ സിനിമയിൽ പറഞ്ഞ പോലെ അത് സത്യമായ കാര്യമാണ്. പൊതുജനത്തിൻ്റെ വേലക്കാരാണ് നിങ്ങളെല്ലാവരും. അത് ഈ നേതാക്കളും നിങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലാക്കിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയ പറഞ്ഞു കേട്ടില്ലേ? ഈ സതീശൻ കാപട്യത്തിൻ്റെ മൂർത്തിഭാവമാണ്. ഞാൻ സ്വയം വലിയൊരാളാണ്, ഞാൻ ഊരിപ്പൊളിച്ച വാളിലൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ.
ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹ ഹ ഹ എന്നൊരു മറുപടി നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു. ചിലപ്പോൾ അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്നുള്ള നയമായിരിക്കും. ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഹിന്ദു എന്ന വാർത്താ ചാനലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കണ്ടേ? ഇപ്പോൾ അതിന് ഹിന്ദുവിൻ്റെ സ്ഥാനത്ത് മലയാളത്തിൽ ഏതെങ്കിലും മാധ്യമ ചാനലാണെങ്കിലോ ഈ നേതാക്കന്മാർ, കമ്മി നേതാക്കന്മാർ മാധ്യമ ചാനലുകളുടെ നേരെ ഒരു മാർച്ച് നടത്തിയാണ്, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇതുപോലെ ഭയങ്കര ക്ഷമാശീലനാണെന്ന് ഇപ്പോൾ മനസ്സിലായി ഹിന്ദുവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അതുപോലെ ചർച്ച ചെയ്യേണ്ട കുറേ കാര്യമാണ്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അത് ഇടത് ഗ്രൂപ്പിൽ നിന്നാണ് അത് പൊങ്ങി വന്നത് അറിയുന്നു. അതിനുശേഷം അവിടെ നിന്നു. അതിനുശേഷം അന്വേഷണം പോയിട്ടില്ല. അതിന് മുമ്പ് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? അതിനെതിരെയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം, സുരേന്ദ്രൻ്റെ കോഴക്കേസ്, അതിനെ സുരേന്ദ്രനെ കുറ്റമുക്തനാക്കി. അതിനെതിരെ ചോദിക്കാനുള്ള ചോദ്യത്തിനും ഉത്തരമില്ല. പിന്നെ ADGP RSS നേതാവിനെ കണ്ട കാര്യം, എന്തിനാണ് കണ്ടത് എന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല. ADGPക്കെതിരെ നടപടി എടുത്തു എന്ന് പറയുന്നു. അതെന്താണ്, ഒരു പോലീസിൽ നിന്ന് തന്നെ ഒരു സ്ഥലമാറ്റം മാത്രം, അദ്ദേഹത്തിന് സസ്പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിനെതിരെയൊക്കെ ചോദ്യത്തിന് മറുപടി തന്നെ. ആ ചോദ്യങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ഷാഡ് നിന്ന് ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിക്ക് ഹാനികരമാകുന്ന ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയ ചർച്ച ബഹിഷ്കരിക്കാൻ പാടില്ലായിരുന്നു. അത് ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ആയിരുന്നു. കാരണം കുറേ കാര്യം ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിന് വരില്ല, പ്രതിപക്ഷത്തിന് ചോദിക്കാമായിരുന്നു. പക്ഷെ അത് എത്രത്തോളം സഭാ TV നമ്മളെ സംപ്രേഷണം ചെയ്യുന്നുള്ള കാര്യം അറിയില്ല. കാരണം സ്പീക്കറാണ് സഭാ TVയിൽ പുറത്ത് എത്തിക്കുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നത്. അതിന് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പ്രതികൂലമാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നിയമസഭയിൽ നിന്ന് ചർച്ചകൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാൻ ഉതകുന്ന കാര്യത്തിൽ അവർ ചെയ്യേണ്ടതാണ്. എല്ലാം വിട്ടാതെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കണം അവിടെ നടക്കുന്ന എന്താ കാര്യങ്ങൾ. മാധ്യമങ്ങളെ പ്രവേശിക്കേണ്ടതാണ്. ഇതൊന്നും ഇല്ലാതൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിയമസഭ തന്നെ നമ്മുടെ ഈ ലോക്സഭ മോഡി ഭരിക്കുന്ന ലോക്സഭയിലുള്ള സമാനമായ ഇൻസിഡൻസ് തന്നെയാണ് ഇവിടെയും നടന്നത്. കാരണം പ്രതിപക്ഷത്തിന് അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു കാര്യമാണ് ലോക്സഭയിലായാലും നമ്മൾ നിയമസഭ ഇപ്പോൾ കാണുന്നത്. അത് സമ്മതിച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, അധികാരത്തിലുള്ളവർ എന്ത് കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യരുത് എന്ന രീതിയിലുള്ള ഒരു വാദമാണ് ഇതിൽ നടക്കുന്നത്. കാരണം BJP ഗവൺമെൻറ് ആയാൽ തന്നെ, പിണറായി ഗവൺമെൻറ് ആയാൽ തന്നെ പ്രതിപക്ഷത്തെ ഒരു ബഹുമാനീയരായിട്ട് അവർ കാണിക്കുന്നില്ല. അവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ആയാലും മോഡി ആയാലും സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. പൊതുജനത്തെ വരെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ കാര്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ ഒന്നാകെ പരിഹസിക്കുന്നുണ്ട്. അവരെല്ലാം വ്യാജ വാർത്ത കൊടുക്കുന്നവരാണ്. വ്യാജ വാർത്ത കൊടുക്കുന്നവരുണ്ടാവാം, ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മാധ്യമപ്രവർത്തകരെയൊക്കെ ഇങ്ങനെ തങ്ങളുടെ വിമർശിക്കുന്നതിന് പേരിൽ ഇങ്ങനെ പരിഹസിക്കുന്നത് ഒരു നേതാവിന് യോജിച്ചതല്ല. ഇനി അടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കോ സതീശനെ പിണറായി വലിച്ചു കയറുന്നത്. നിങ്ങൾ അത് കാണുക തന്നെ ചെയ്യണം. കണ്ണ് തുറന്ന് നോക്കത്. ദാ കാണ്. കണ്ടല്ലോ നിങ്ങൾ, ഇന്നത്തെ ചർച്ച അത്രത്തോളം പ്രധാനമായിരുന്നു.
ആ ചർച്ചയിൽ നിന്ന് ആരാണ് ശരിക്കും ഒളിച്ചോടിയത്? ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീരുവും ധീരനും എന്നൊക്കെ അങ്ങോട്ട് വിളിക്കേണ്ടത്? ഇതിൽ ആരാണ് ഭീരു, ആരാണ് ധീരൻ? അത് നിങ്ങൾ തീരുമാനിക്കുക. ഒരു തൊണ്ടവേദനയും ഇതൊക്കെ കൊണ്ടുവന്ന് വോയിസ് റെസ്റ്റാന്ന് പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെ വോയിസ് റെസ്റ്റ് എന്നുള്ള പേരിൽ നിയമസഭയിൽ വന്നില്ല. നമ്മൾ ഈ സാഹചര്യം പലപ്പോഴായി നമ്മൾ രമയുടെ ചോദ്യോത്തര വേളയിൽ മുഖ്യനെ കാണാറുണ്ടാവില്ല. അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഒന്നെങ്കിൽ താമസിച്ച് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആ സമയത്തുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഹാനികരമായി വരുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം നിയമസഭയിൽ വരാറില്ല. അപ്പോൾ എന്താണ് ഇതിനൊക്കെ പറയുക? ഇതിനൊക്കെ ന്യായീകരിക്കുന്നവരെന്താ പറയുക? നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ കാണുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ, കണ്ടിട്ട് തീരുമാനിക്കുക. എനിക്കിത് ഇങ്ങനെ ചിരിച്ച് പറയണോ, ആകെ ദേഷ്യമാണോ വെറുപ്പാണോ ഒന്നും പറയാൻ പറ്റില്ല. ആകെ ഒരു എന്താ പറയുക, എന്ത് രാഷ്ട്രീയമാണ് ഇവന്മാർ കളിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.